കൂത്തുപറമ്പിലേക്കുള്ള ഒരു ബസ് യാത്രക്കിടയിൽ ആ ബസ്സിലെ ഒരു യാത്രക്കാരൻ ബസ്സിനുള്ളിൽ വെച്ച് മൃഗീയമായി കൊല്ലപ്പെട്ടു. നിരവധി വെട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് തീർക്കുന്നത്. യാത്രക്കാരുടെ മുഖത്തേക്കെല്ലാം രക്തം ഇങ്ങനെ ചീറി തെറിക്കുകയാണ്. ആളുകൾ പരിഭ്രാന്തരായി ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. ഒടുവിൽ ആ ബസ്സിൽ അവശേഷിച്ചത് കൊല്ലപ്പെട്ട യുവാവിൻ്റെ മൃതദേഹവും ഒരു 5 പവൻ തൂക്കം വരുന്ന ഒരു താലിമാലയും. ഭാരതീയ സംസ്കാരമനുസരിച്ചിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമാണ് അവളുടെ താലിമാല. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, ഇനിയും ആ പവിത്രമായ താലി തേടി അതിൻ്റെ ഉടമയായ സ്ത്രീ വന്നിട്ടില്ല. അതെന്തുകൊണ്ടായിരുന്നു? വർഷക്കാലത്തെ എൻ്റെ മാധ്യമപ്രവർത്തനം പത്രക്കെട്ട് ചുമക്കുന്നവനിൽ നിന്ന് പത്രവിതരണക്കാരനിലേക്ക്, പിന്നെ ഓഫീസ് ബോയിലേക്ക്, പിന്നെ പത്രപ്രവർത്തനത്തിലേക്ക് രൂപാന്തരപ്പെട്ട ഒരാളാണ് ഞാൻ. ഈ 35 വർഷത്തിനിടക്ക് കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക കൊലപാതകങ്ങളും, പ്രത്യേകിച്ച് തലശ്ശേരി, പാനൂർ, കൂത്തുപറമ്പ്, ഇരിട്ടി മേഖലകളിലെ ഒട്ടുമിക്ക കൊലപാതകങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു ഗതികേടുണ്ടായ ഒരാളാണ്. അതിലേറ്റവും സങ്കടകരമായ ഒരു കാര്യം, കൊല്ലപ്പെട്ട ഇരുപക്ഷത്തെയും അല്ലെങ്കിൽ 3 പക്ഷത്തെയും പ്രവർത്തകരിലും നേതാക്കളിലും ഭൂരിഭാഗവും എനിക്ക് വ്യക്തിപരമായി അറിയുന്നവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. KV സുധീഷ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു, 37 കഷ്. യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് KT ജയകൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കുടൽമാല പുറത്തു ചാടിയ കൊല്ലപ്പെട്ടത്. P ജയരാജൻ തിരുവോണ നാളിൽ വീട്ടിനുള്ളിൽ വെച്ച് മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു അക്രമികൾ, അതിനിരയായ മനുഷ്യൻ. എന്നിങ്ങനെ ഓരോ സംഭവങ്ങളും മാതാപിതാക്കളുടെ മുന്നിൽ, ഭാര്യയുടെ മുന്നിൽ, കുട്ടികളുടെ മുന്നിൽ, ഇങ്ങനെ ഓരോ കൊലപാതകങ്ങളും നടക്കുമ്പോഴും അതിൻ്റെ വിചിത്രമായ കുറേ സംഭവങ്ങളിലേക്കുള്ള എൻ്റെ ഓർമ്മകളാണ് ഈ പുസ്തകത്തിലുള്ളത്.